السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد فإني أوصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഉളുഹിയ്യത്തിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ പലരും ഈ വർഷത്തെ ഉളുഹിയ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ പരിശുദ്ധ കർമ്മത്തിൻ്റെ ഭാഗമാകാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, മരിച്ച വ്യക്തിക്ക് വേണ്ടി ഉളുഹിയ്യത്ത് കർമ്മം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇത് സംബന്ധിയായി മഹാരഥന്മാരായ ഫുഖഹാ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട ഫിഖഹിൻ്റെ ഗ്രന്ഥമായ കനപ്പെട്ട ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് 9-ാം ജുസ് 368-ാമത്തെ പേജിൽ മഹാനായ അല്ലാമ ഖാതിമുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത് കാണാം. ولا تجوز ولا تقع أضحية عن ميت إن لم يوصي بها لما مر. ولا يجوز അനുവദനീയമാകൂല ولا تقع സംഭവിക്കുകയുമില്ല ഉളുഹിയ്യത്ത് സംഭവിക്കുകയുമില്ല, അനുവദനീയമാവുകയില്ല എന്ന് പറഞ്ഞാൽ ഉളുഹിയ്യത്ത് അറുത്താൽ അത് ഉളുഹിയ്യത്തായിട്ട് പരിഗണിക്കൂല, ഞങ്ങനെ അറക്കാനായിട്ട് പറ്റില്ല. ആരെ തൊട്ട്? അൻ മയ്യിത്തിൻ, മരിച്ച ഒരു വ്യക്തിയെ തൊട്ട്. എപ്പോൾ? ഇല്ലം യൂസി ബിഹ, ആ ഉളുഹിയ്യത്ത് കൊണ്ട് അവൻ വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പം മയ്യിത്തിനെ തൊട്ട് ഉളുഹിയ്യത്ത് അറുക്കണമെങ്കിൽ, അത് ശരിയാകണമെങ്കിൽ, അത് ജായിസാകണമെങ്കിൽ ആ മയ്യിത്തിൻ്റെ വസിയത്ത് വേണം. ഇല്ലാതെ വസിയത്തില്ലാതെ ഉളുഹിയ്യത്ത് അറുത്താൽ അത് ജായിസല്ല, അത് ഉളുഹിയ്യത്തായിട്ട് സംഭവിക്കുകയും ഇല്ല. എന്തേ അങ്ങനെ പറയാൻ കാരണം? ലിമാ മറ, ഈ കിതാബിൻ്റെ മുൻപേജായ 367-ാമത്തെ പേജിൽ, തുഹ്ഫ 9-ാം ജുസ് 367-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി. എന്താ പറഞ്ഞത്? ലി അന്നഹ ഇബാദത്തുൻ വൽ അസ്ലു മൻഉഹാ അനിൽ ഗൈരി ഇല്ലാ ലിദലീലിൻ. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തുൻ, അതൊരു ആരാധനയാണ്. വൽ അസ്ലു മൻഉഹാ അനിൽ ഗൈരി ഇല്ലാ ലിദലീലിൻ. ഏതൊരു ഇബാദത്തിൻ്റെയും അടിസ്ഥാനപരമായ നിയമം എന്തെന്ന് വെച്ചാൽ മൻഉഹാ അനിൽ ഗൈരി, മറ്റൊരാളെ തൊട്ട് ആ ഇബാദത്ത് ഇയാൾക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇല്ലാ ലിദലീലിൻ, അടിസ്ഥാനപരമായ തെളിവ് ഉണ്ടായാലൊഴിച്ച്. പ്രത്യേകമായ തെളിവ് വേണം. പ്രത്യേകമായ തെളിവില്ലാതെ ആരാധന മറ്റൊരാൾക്ക് വേണ്ടി നടത്താൻ പാടില്ല എന്നതാണ് അടിസ്ഥാനമായ നിയമം. ഈ അടിസ്ഥാനപരമായ നിയമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉളുഹിയ്യത്ത് വസിയത്തില്ലാതെ നടത്തപ്പെടാൻ പറ്റും എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ദലീൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ പ്രത്യേകമായ തെളിവില്ലാതെ ആരാധന മറ്റൊരാൾക്ക് വേണ്ടി നടത്താൻ പാടില്ല എന്ന അടിസ്ഥാന നിയമത്തിലേക്ക് നമ്മൾ ഇതിനെ കൂട്ടി വായിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മയ്യിത്തിനെ തൊട്ട് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കണമെങ്കിൽ അവൻ്റെ വസിയത്ത് വേണം. അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്താലോ? ഉളുഹിയ്യത്തിന് വേണ്ടി വസിയത്ത് ചെയ്താൽ ആ വിഷയം മഹാനായിരിക്കുന്ന അല്ലാമ ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ തുഹ്ഫയുടെ തന്നെ 9-ാം ജുസ് 368-ാമത്തെ പേജിൽ തന്നെ പറയുന്നത് കാണാം. അമ്മാ ഇദാ ഔസാ ബിഹാ ഫതസിഹു ലിമാ സ്വഹ അൻ അലി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറഹു അൻ യുളഹിയ അൻഹു കുല്ല സനഹ. അമ്മാ ഇദാ ഔസാ ബിഹാ, അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഈ ഉളുഹിയ്യത്ത് കൊണ്ട് വസിയത്ത് ചെയ്താൽ ഫതസിഹു, അത് സ്വഹീഹാകും. അദ്ദേഹം വസിയത്ത് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഉളുഹിയ്യത്ത് അറുത്താൽ അത് സ്വഹീഹാകും. എന്തേ അങ്ങനെ വസിയത്ത് ചെയ്താൽ ഉളുഹിയ്യത്ത് അറുക്കൽ സ്വഹീഹാകും, ആ വസിയത്തും ശരിയാകും എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? ലിമാ സ്വഹ അൻ അലി റളിയല്ലാഹു അൻഹു,
മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന സ്വഹീഹായ ഒരു സംഭവമാണ്. എന്താ സംഭവം? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമറഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളോട് കൽപ്പിച്ചു, അൻ യുളഹിയ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉളുഹിയത്ത് അറുക്കാൻ കുല്ല സനത്തിൻ, എല്ലാ വർഷവും. അത് കാരണമായി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഉളുഹിയത്ത് അറുത്ത സംഭവം ഒരുപാട് കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അൽ ബിദായത്ത് വൻ നിഹായയിലൊക്കെ വളരെ പ്രസിദ്ധമായ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ആ പരിശുദ്ധമായ കർമ്മത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വസിയത്തുണ്ടെങ്കിൽ ഉളുഹിയത്ത് അറുക്കാം, ഇല്ലെങ്കിൽ പാടില്ല. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചൊരു കർമ്മമാണ് ഉളുഹിയത്ത്. നമുക്കൊക്കെ അതിൻ്റെ ഭാഗമാകണം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.